നിങ്ങൾക്ക് ഒരു നന്മയും അഭിവൃദ്ധിയും ലഭിക്കില്ല, അതിനുള്ള ഒരു സാധ്യതയില്ലെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം കേൾക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെങ്കിൽ, ദൈവത്തെ ഒന്നാമത് സ്നേഹിക്കുന്നവരെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നവരെങ്കിൽ ദൈവം ഒരുക്കിയൊരു നന്മ നിങ്ങൾ കാണും. അത് നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല, നിങ്ങളുടെ ശ്രമം കൊണ്ടല്ല, നിങ്ങളെ സഹായിക്കുവാനുള്ള സാഹചര്യമുള്ള പശ്ചാത്തലമുള്ളവർ കൂടെ ഉള്ളത് കൊണ്ടുമല്ല. ദൈവം ഒരുക്കിയ ഒരു നന്മ. ഹല്ലേലൂയ! അതൊന്ന് ചിന്തിച്ചേ, അതൊന്ന് വിശ്വസിച്ചേ. ദൈവം ഒരുക്കുന്ന ഒരു നന്മ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി സംഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ നന്മ നിങ്ങൾ കാണും. ആമേൻ പറ. ആമേൻ. പിശാച് എന്തെല്ലാം പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്താൻ നോക്കിയാലും, നിങ്ങൾക്ക് അതിനുള്ള പശ്ചാത്തലങ്ങളില്ലെന്നോ, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്നോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ വെച്ച് നോക്കിയിട്ട് അതൊന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ലെന്നൊക്കെ പിശാച് പറഞ്ഞാലും, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മ ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ! നിങ്ങളെ ആരൊക്കെ ശപിച്ചാലും, ഞാൻ പറയാം, നിങ്ങളെ ആരൊക്കെ പ്രാഗിയാലും, ഗുണം പിടിക്കത്തില്ലെന്നോ നന്നാകത്തില്ലെന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഒതുക്കാൻ നോക്കിയാലും നിങ്ങൾ അത് വിശ്വസിക്കേണ്ട. വിശ്വസിച്ചാലേ അത് ഫലിക്കുകയുള്ളൂ. നിങ്ങളത് വിശ്വസിക്കേണ്ട. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കും. ഹല്ലേലൂയ! ഇന്നത്തെ ശാലോം സന്ദേശം ഈ ഞായറാഴ്ച കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8:45 മുതൽ 9:45 വരെ ഓൺലൈൻ വർഷിപ്പ് നടക്കുന്നുണ്ട്. ആരാധനയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥനയും, അതുപോലെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും ദൈവവചന സന്ദേശവും ആത്മീയ ദൂതുകളും ഒക്കെ കേൾക്കാം. 8:45 മുതൽ. ഇന്ന് രാത്രി ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൂമിലൂടെയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കതിൻ്റെ ലിങ്കും ID-യും പാസ്വേഡും ഒക്കെ കിട്ടും. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും അത് ലഭിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യണം. ഒരു വലിയ വിടുതൽ ഈ നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ സൺഡേയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. അത് കേൾക്കുക. കർത്താവ് ഇന്ന് പറയുന്ന വചനം 27-ാം സങ്കീർത്തനത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നിന്നാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ശ്രദ്ധിച്ചേ, ഈ ദാവീദ് 27-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവയെ ചേർത്തുകൊള്ളും. അപ്പോൾ അപ്പൻ്റെയോ അമ്മയുടെയോ സപ്പോർട്ടില്ലാതെയും അപ്പൻ്റെ അമ്മയുടെയോ സ്വത്തില്ലാതെയും ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മകളെ കാണും. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പല പ്രിയപ്പെട്ടവരും അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരാ. അപ്പനുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, അമ്മയുണ്ടോ ഉണ്ട്, സഹോദരങ്ങളുണ്ടോ ഉണ്ട്. പക്ഷെ ആരും ഒരു നന്മയും ചെയ്യാൻ കഴിയാത്ത, ഒരു നന്മയും തരാൻ കഴിയാത്ത, ഇനി ചിലരൊക്കെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ഉറപ്പായി പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ! ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യബ്ബേസ് ഒരു വ്യസനപുത്രനായി ജനിച്ചവനാണ്. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോട് പ്രസവിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ പേര് തന്നെ വ്യസനപുത്രൻ എന്നാക്കിയിട്ടു, യബ്ബേസ് എന്ന് പേരിട്ടു. പക്ഷെ അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലമാക്കണം. അനർത്ഥങ്ങൾ എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം കാക്കണം. എൻ്റെ അതിര് വിശാലമാക്കണമെന്നും അനർത്ഥം വ്യസന കാരണമായി തീരരുത്, നീ എന്നെ കാക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, തൻ്റെ സഹോദരന്മാരെക്കാൾ അവൻ ഏറ്റവും മാന്യനാക്കി ദൈവം മാറ്റി. നമ്മുടെ പശ്ചാത്തലം, നമ്മെ അനുഗ്രഹിച്ച ഒരു പശ്ചാത്തലമോ അനുഗ്രഹം പ്രാപിക്കാൻ തക്കതായ ഒരു പശ്ചാത്തലം ഇല്ലാത്തവരൊക്കെ ആയിരിക്കാം നമ്മൾ. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടല്ല, ആരേലും നമുക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ ഫലവുമല്ല, നമ്മുടെ വിശ്വാസം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കാൻ പറ്റുന്നൊരു ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു, വിശ്വസിക്കുന്നു. ഒന്ന് മുറുകെ പിടിച്ചു. യാക്കോബ് അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ചു, അപ്പന്മാർ നൽകുന്ന മക്കൾക്ക് നൽകുന്ന, മൂത്ത മക്കൾക്ക് നൽകുന്ന അനുഗ്രഹമുണ്ട്. രണ്ടാമത് ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ അവകാശം പ്രാപിച്ചു. അമ്മയുടെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. തൻ്റെ അമ്മായിയപ്പൻ്റെ ഭവനത്തിലുള്ള എല്ലാ സമ്പത്തും പ്രാപിച്ചു. ഇതെല്ലാം പ്രാപിച്ചിട്ടും യാബോക്ക് കടവിൻ്റെ അടുക്കൽ വന്നിട്ട് എല്ലാം ഒരു ശൂന്യനെ പോലെ നിന്നുകൊണ്ട് പറയുക, യഹോവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മല്ല് പിടിച്ച ദൂതനോട് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയതെല്ലാം ഒരു നിമിഷം മതി നഷ്ടമാകാൻ, പക്ഷെ നീ എന്നെ അനുഗ്രഹിച്ചാൽ എനിക്കെല്ലാം നന്മയായിട്ട് തീരും. സഹോദരങ്ങളെ,
നമ്മുടെ കയ്യിലുള്ള പണമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ വീടോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമുക്ക് ബലമെന്നും സ്വത്തെന്നും ചിന്തിക്കുന്ന എന്തൊക്കെ കാര്യമുണ്ടോ നമുക്കതൊക്കെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, അതൊക്കെ പ്രയോജനമായി നന്മയായി ഭവിക്കണമെങ്കിൽ ദൈവം അനുകൂലമായേ പറ്റൂ. ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ദൈവം അനുകൂലമായെങ്കിലേ പറ്റൂ. ദൈവത്തിൻ്റെ കരം. അപ്പോൾ ഇതൊന്നും അനുകൂലമല്ലെങ്കിൽ, സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും ദൈവം അനുകൂലമാണെങ്കിൽ എല്ലാം ദൈവം നമുക്ക് നൽകി തരും. ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എല്ലാം എനിക്ക് പ്രതികൂലമാണ്, പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ നന്മയെ വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് നന്മ തരും. ഹല്ലേലൂയ. ആമേൻ. ഈ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ ശിമയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാവീദിനെ ശപിച്ച ഒരു കാര്യമുണ്ട്. ശപിക്കുകയാണ്. ശിമയി ദാവീദിനെ ശപിക്കുക. രക്തപാതക, നീ പോ, നീ ശൗൽ ഗ്രഹത്തിൻ്റെ ശാപം നിൻ്റെ മേൽ വന്നു, അതുകൊണ്ട് നിൻ്റെ വീട്ടിലെ മക്കളെല്ലാം നിനക്കെതിരായി, നിൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഓടേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവായിരിക്കുന്ന ദാവീദിനെ ശപിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആയുധവാഹന്മാരോ സൈന്യാധിപന്മാരോ സെരൂയുടെ മക്കളാണ്. അവർ പറഞ്ഞു, ഈ ചത്ത നായി എൻ്റെ യജമാനെ ശപിക്കുന്നത് എന്തിനാ? അവൻ്റെ കഴുത്ത് വെട്ടിയേക്കട്ടെ, തല വെട്ടിയേക്കട്ടെ. ഹല്ലേലൂയ. ദാവീദിന് മറുപടി, എൻ്റെ സ്വന്തം മകൻ ഇപ്പോൾ എനിക്കെതിരായി വർത്താനം പറയുന്നു, സംസാരിക്കുന്നു, പിന്നെ ഈ ബെന്യാമീനിയൻ പറഞ്ഞാൽ നമ്മൾ കാര്യമാക്കണ്ട. അടുത്തത്, ദൈവം അവനോട് പറഞ്ഞിരിക്കുന്നു, നീ ദാവീദിനെ ശപിക്കുക. ദൈവം പറഞ്ഞത് അവൻ ചെയ്യട്ടെ. അടുത്ത കാര്യം, പക്ഷേ ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി അവൻ്റെ ശാപത്തിന് പകരം എനിക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെ ആരൊക്കെ ശപിച്ചാലും അതിനൊക്കെ ഒരു കാരണം അവരുണ്ടാക്കിയാലും നിങ്ങൾ തിരിച്ചു പറയുന്ന വാക്കാണ് ദൈവം നോക്കുന്നത്. ഇവൻ്റെ ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹം തരും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങളെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഒന്നുമില്ല. ഇതൊന്ന് പറയണം കേട്ടോ, ഇത് പറയണം. കാരണം എൻ്റെ ഭാവി മുഴുവൻ ഇരിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടി ജീവിതം അർപ്പിച്ചോ അവൻ്റെ കയ്യിലായിരിക്കുന്നു. എന്നെ കളിയാക്കുന്നവരുടെ കയ്യിൽ എൻ്റെ ജീവിതം ഞാൻ കൊടുത്തിട്ടില്ല. എന്നെ അപമാനിക്കുകയും ശപിക്കുകയും ചെയ്യുന്നവരുടെ കയ്യിൽ എൻ്റെ ജീവിതം ഞാൻ അർപ്പിച്ചിട്ടില്ല. ഇല്ല, ഞാൻ എൻ്റെ ജീവിതം അർപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിൻ്റെ കയ്യിലാണ്. അവൻ എന്നെ അനുഗ്രഹിക്കും. എത്ര ശാപം ഉണ്ടെങ്കിലും അത് ദൈവം അഴിച്ചു കളയും. ആമേൻ പറ. ആമേൻ. നിങ്ങളുടെ ഭവനത്തിനകത്തോ നിങ്ങളുടെ ജോലി മേഖലയിലോ നിങ്ങളായിരിക്കുന്നിടത്തോ നിങ്ങൾ അവഗണിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ വ്യക്തിയായിരിക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സാരമില്ല. നിങ്ങളെ ശരിയായി അറിയാവുന്ന ഒരുവനുണ്ട്, അത് മതി. അവൻ എന്നെ അനുഗ്രഹിക്കുന്നു പറയണം. എനിക്ക് ആരോടും പരിഭവമില്ല. ശിമയിയോട് ദാവീദിന് പരിഭവമൊന്നുമില്ല. കാരണം അവൻ പറഞ്ഞു, എൻ്റെ സ്വന്തം മോനിപ്പോൾ എനിക്ക് ഇങ്ങനെ എതിരായി നിൽക്കുമ്പം ഒരു വല്ലവനും എന്നെ പറഞ്ഞാൽ അതിനകത്ത് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നമ്മളെ ആരും കുറ്റം പറഞ്ഞോ പരിഹസിച്ചോ അപമാനിച്ചോ കള്ളക്കഥ ഉണ്ടാക്കിയോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ പ്രതികരിക്കേണ്ടെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. പ്രതികരിക്കേണ്ട. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചോളാനാണ് പറയുന്നത്. യേശു പറഞ്ഞില്ലേ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിക്കുക. പ്രവാചകന്മാരെ കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് യേശു പറയുന്നത്. അത് പറയും, സന്തോഷിക്കുക. ഹല്ലേലൂയ. കാരണം എനിക്ക് നന്മ നൽകുന്നത് ദൈവമാണ്. എബ്ബേസ് അപേക്ഷിച്ചോ ദൈവം കൊടുത്തു. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കി മാറ്റി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സ്ഥിതി, നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും. ഹിസ്കിയ രാജാവ് വലിയ രോഗത്തിലൂടെ കടന്നുപോയൊരു സംഭവമുണ്ട്. അത് പഴയ നിയമ പുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഇനി ദിനവൃത്താന്ത പുസ്തകത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിലുമുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അദ്ദേഹം പാടിയ ഒരു പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആകുലമാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, എനിക്ക് നന്മ പ്രാപിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഈ രോഗം എന്നെ കൊണ്ട് പോകാൻ സാധ്യതയുള്ളൂ. 38-ാം അധ്യായം 10-11 വാക്യം. എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു, എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. അവൻ അനുഭവിക്കുന്ന വ്യഥയ്ക്കകത്തുനിന്ന് വന്ന വാക്കുകളാണ്. അടുത്തത്, ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല, ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെയും കാണുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ ആയുസ് ഇതോടുകൂടി തീരുകയാണ്, എനിക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല, ഇനി ആണ്ടുകൾ ശേഷിപ്പോൾ അതിന് നന്മയൊന്നും എനിക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല, ജീവനുള്ളവരുടെ ദേശത്ത് ഇനി യഹോവയെ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ
മൃതന്മാർ പാർക്കുന്ന സ്ഥലത്ത് പോയി ഇന്ന് യഹോവയെ കാണത്തേ ഉള്ളൂ. 2, ഈ മനുഷ്യരുടെ ഇടയിൽ വെച്ച് ഈ മനുഷ്യനെ കാണത്തില്ല. ഭൂവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യനെ കാണുകയില്ല. ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കാണാം. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ ആ രോഗം അവൻ്റെ പ്രതീക്ഷ മുഴുവൻ നശിപ്പിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ ദൈവശബ്ദം കേട്ടവനെ ജീവിപ്പിക്കുമ്പോൾ പറയുകയാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും സകല പാപവും പുറകിൽ എറിഞ്ഞു കളഞ്ഞ് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. സ്നേഹത്തോടെ. നിങ്ങൾ ഈ 2025 നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവം നിങ്ങളെ കൊണ്ടുവന്നില്ലേ? പ്രാണനെ നാശക്കുഴിക്കകത്ത് ഒടുക്കാൻ പിശാച് എത്ര പ്രാവശ്യം നോക്കി, നാശത്തിൻ്റെ കുഴികൾ കുഴിച്ചിട്ട്. പക്ഷെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു, സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ പൂർത്തീകരണം കാണും. മാത്രമല്ല ദൈവിക പദ്ധതികൾ നിങ്ങളിൽ നിവർത്തിക്കപ്പെടും. യഹോവയുടെ നന്മകളെ കാണും. 31-ാം സങ്കീർത്തനം 19-ാം വാക്യം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഹല്ലേലൂയ. അതെ, ദൈവത്തെ കാത്തിരിക്കുന്നവൻ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കാം. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നന്മ നൽകുന്നവനാ. ഹല്ലേലൂയ. 40-ാം യെശയ്യാപ്രവചനം 40:31, ഞാൻ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ അവരോടും, ക്ഷീണിച്ചു പോകാതെ അവർ നടക്കും, അവരെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ലെന്നാണ് പറഞ്ഞത്. ആമേൻ. എന്നെ ശക്തീകരിക്കുന്ന എൻ്റെ ദൈവമാണ്. യെശയ്യാപ്രവാചകൻ 25-9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അന്നാൾ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്ര നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്ന് പറയും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പറയണം. ഇതാ യഹോവ, ഇവനെ എത്ര ഞാൻ കാത്തിരുന്നത്, അവൻ എന്നെ രക്ഷിക്കും, അവനെയാണ് ഞാൻ കാത്തിരുന്നത്. പറയണം, ഞാൻ ഈ ദൈവത്തെ കാത്തിരിക്കുന്നു, അവൻ എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ജീവനുള്ള ദേശത്ത് യഹോവ എനിക്ക് വേണ്ടി ഒരുക്കുന്ന നന്മ ഞാൻ കാണും, അവനെ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച അങ്ങേ ആരാധിക്കുവാൻ സമർപ്പിക്കുകയാണ്. ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ ഞങ്ങൾ കാണും. കർത്താവേ, നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ച നന്മ ഞങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. നിന്നിൽ പ്രത്യാശയുള്ളവരായി, കർത്താവിൽ ആശ്രയമുള്ളവരായി, ദൈവം ഒരുക്കുന്ന എല്ലാ നന്മയും ഞങ്ങൾ പ്രാപിക്കും, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കളുടെ ഭാവിയെ ദൈവം തിരുത്താൻ പോകുന്നതിനായി സ്തോത്രം. അവരുടെ മേൽ കിടക്കുന്ന ശാപങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് ദൈവം ഒരുക്കിയ ഒരു നന്മ, ദൈവികമായ സമൃദ്ധി ഇവരുടെ മേൽ കടന്നു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇവരുടെ കർത്താവ് ജീവിതത്തെ വഴിയിൽ തടസ്സപ്പെടുത്തി മധ്യാഹ്നത്തിൽ തകർത്ത് കളയാൻ നോക്കുന്ന സകല ശത്രുവിൻ്റെ ശക്തികളും ഇവരെ വിട്ട് മാറിപ്പോയിട്ട് ഒരു ദൈവിക പൂർത്തീകരണവും ശ്രേഷ്ഠതകളും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കും. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കാണും, ഞങ്ങളങ്ങനെ സഞ്ചരിക്കും, അത് ഞങ്ങൾ അനുഭവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുക, കർത്താവ് അത് ചെയ്തു തരും. ഈ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. God bless you. Have a blessed Sunday.